അസ്സലാമു അലൈക്കും. അന്ന് രാത്രി ഷാഹി പതിവിലെ നേരത്തെ ഷോപ്പിൽ നിന്നും വന്നിരുന്നു. അവൻ വരുമ്പോൾ എല്ലാവരും ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ 2-3 കവറുമുണ്ട്. ഞങ്ങളെ ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ വേഗം ജിനുവിൻ്റെ അരികിലേക്ക് പോയി. ആ കവറുകൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അവളെയും ഷാനുവിനെയും നോക്കി കൺഗ്രാജുലേഷനും പറഞ്ഞു. സാനി വിളിച്ചപ്പോൾ പറഞ്ഞു കാണും ജിനു പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അതാണ് പതിവില്ലാതെ എന്തൊക്കെയോ വാങ്ങി വന്നത്. കവർ തുറന്നു നോക്കി അവളുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ ഷാനുവിന് മനസ്സിലായി അവന് ഇഷ്ടപ്പെട്ട എന്തോ ആണ് അതിലുള്ളതെന്ന്. അവൻ അവളെ നോക്കി പുരികം പുകി ചോദിച്ചു, എന്താ എന്താ അത് കവറിൽ? പച്ച മാങ്ങ, നെല്ലിക്ക, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്. 2 മാസത്തേക്ക് എനിക്കിനി ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ടല്ലോ. ആദിയുടെ വക ഒരു ഫ്രൂട്ട്സ് കട തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷാഹിയുടെ വകയും. ഇരുന്ന് കഴിച്ചോ. എൻ്റെ കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. ഉറക്കം വന്നപ്പോൾ TV നിർത്തി ഷാനുവും ജിനുവും റൂമിലേക്ക് പോയി. അവർ പോകുന്നത് കണ്ടിട്ടാവും ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ആദ്യം റൂമിലേക്ക് പോയി. പിന്നെ സാനി മാത്രമുണ്ട് ഇവിടെ. പോയി ഉറങ്ങിക്കോ പെണ്ണേ എന്ന് അവനൊന്ന് ഒച്ച വെച്ചപ്പോഴേക്കും പെണ്ണ് TV ഓഫ് ചെയ്ത് റൂമിലേക്ക് ഓടി. ഇപ്പോൾ എന്തൊരു സന്തോഷത്തിലാണ് നമ്മുടെ ഈ കുടുംബം മുൻപോട്ട് പോകുന്നത് അല്ലേ ജിനു? അവൻ്റെ നെഞ്ചോരം അവളെ ചേർത്ത് കിടത്തി മുടികിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. മുൻപൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയായിരുന്നു. ഇപ്പോൾ ഈ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത എന്നെ സമ്മതിക്കണം അല്ലേ ജിനു? ഓ, ഞാൻ സമ്മതിച്ചു. എൻ്റെ കെട്ടുവിൻ്റെ മിടുക്ക് തന്നെ. അതാണ്, അങ്ങനെ പറയണം. ജിനു, എൻ്റെ കുഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കൈ ശരിയാവോ? ഇല്ലെങ്കിൽ എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പറ്റുമോ? ഒറ്റക്കൈയ്യൻ വാപ്പായി പോവില്ല ഞാൻ. എന്തിനാ ഷാനു ഇപ്പോൾ ആവശ്യമില്ലാത്തതിൽ ചിന്തിക്കുന്നത്? കൈ ശരിയാവാൻ ഇനി അധിക നാളൊന്നും കാത്തിരിക്കേണ്ട എന്നല്ല ഡോക്ടർ പറഞ്ഞത്. എല്ലാം ശരിയാവും. കുറേ നാളായില്ലേ ജിനു ഈ കാത്തിരിപ്പ് ഇപ്പോൾ ഇത് പ്രതീക്ഷയ്ക്ക് അസ്തമിച്ചു തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്. എന്താ ഷാനുക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെയും കൂടി ടെൻഷനാക്കല്ലേ. നമ്മുടെ വാവ വരുന്നതിന് മുമ്പേ ഷാനുഖാൻ്റെ കൈ ശരിയാവും. അതുപോരെ? മതി. നിൻ്റെ ഈ വാക്കാണ് എൻ്റെ എനർജി ജിനു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ജിനുവിൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടി വന്നത്. അല്ല, നിങ്ങളാരും ഇന്നലെ ഉറങ്ങിയില്ലേ? ഉമ്മയും ഉപ്പയും കേൾക്കാതെ അനിയത്തികളെ നോക്കി ഷാനു കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അളിയൻ കളിയാക്കണ്ട. വാപ്പാവാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ അളിയനെ നേരിട്ട് അഭിനന്ദിക്കണമെന്ന് തോന്നി. അതാണ് കാലത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. ഇഷ്ടമില്ലെങ്കിൽ അഭിനന്ദിക്കുന്നില്ല പോരെ? ഏയ്, അങ്ങനെ പറയണ്ട. എന്നെ ആവോളം നിങ്ങൾ അഭിനന്ദിച്ചോളൂ. അതല്ലേ എൻ്റെ സന്തോഷം. ഞാൻ വന്നിട്ടല്ലേ നിങ്ങൾ പോവൂ? അറിയില്ല, ഉമ്മാനോട് ചോദിച്ചു നോക്ക്. അളിയൻ വന്നിട്ട് പോയാന്ന് മതിയെന്ന് പറ. അളിയൻ പറഞ്ഞാൽ ഉമ്മ കേൾക്കും. ഉപ്പയും ഉമ്മയും കേൾക്കാതെ സ്വകാര്യം പോലെയാണ് അവർ അവനോട് പറഞ്ഞത്. അത് ഞാനേറ്റു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു. ഇന്ന് രണ്ടാൾക്കും ക്ലാസ്സില്ലേ? ഉണ്ട്, പക്ഷെ ഞങ്ങൾ ലീവ് എടുത്തു. ഈയിടെ രണ്ടിനും കൂടി കുറച്ച് മടി കൂടുന്നുണ്ട്. എപ്പോഴും ഇല്ലല്ലോ, ഇടയ്ക്കല്ലേ ഉള്ളൂ. അവനെ നോക്കി ഒന്ന് ഇളിച്ചുകൊണ്ടവൻ പറഞ്ഞു. സമയം വൈകി, ഞാൻ പോട്ടെ. നമുക്ക് വന്നിട്ട് കാണാം. മോനെ, ഞാനിപ്പോൾ പോകട്ടോ. ഉപ്പ പോയിക്കോ. പക്ഷെ ഉമ്മ ഞാൻ വന്നിട്ട് പോയാൽ മതിട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഇന്നായിരുന്നു ജിനുവിൻ്റെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടാനുള്ള വെയിറ്റിങ്ങിലാണവർ. റിസൾട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് അവർ. പക്ഷേ ജിനുവിന് നോ ടെൻഷൻ. അവൾ നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ടെൻഷൻ മുഴുവനും ഷാനുവിനാണ്. കുറച്ച് സമയം ചെയറിൽ പോയിരിക്കും. അവിടുന്ന് എണീറ്റ് വീണ്ടും വരാന്ത മുഴുവൻ നടക്കും. എവിടെയും നിന്നിട്ട് നിൽപ്പുറക്കാത്തതുപോലെ. എനിക്ക് മാത്രമാണോ ഈ കുഴപ്പം? അതോ ഇവിടെ വന്നവരിൽ ആരെങ്കിലും ഇതുപോലെ കുഴപ്പമുണ്ടോ എന്ന് അവൻ ശ്രദ്ധിച്ചു. ചിലർ കൂളായി ഫോണിൽ കളിച്ചിരിക്കുകയാണ്. ചിലർ എന്നെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം റിസൾട്ട് കിട്ടി. അവിടുന്ന് അവർ അവളെ നോക്കുന്ന ഡോക്ടറെ അരികിലേക്ക് പോയി. ഡോക്ടർ റിസൾട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷാനുവിന് സമാധാനമായത്. ആദി, സമയം 3 മണിയായി. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നല്ല വിശപ്പുണ്ട്. അവനത് പറഞ്ഞപ്പോൾ പെണ്ണ് അവനെ നോക്കിയൊന്ന് ചിരിച്ചു. എൻ്റെ ഷാനുക്ക ഭയങ്കര പേടിത്തൊണ്ട കേട്ടോ. ഈ പുറത്ത് കാണിക്കുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ. ഒന്ന് പോടി. എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരം ഒന്ന് പായാക്കരുത് കേട്ടോ.
കളിയാക്കിയതല്ല, എനിക്കറിയാം സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ. അതല്ലേ ഞാൻ എത്ര കൂളായത്. ഷാനുക്കാക്ക് എന്തൊരു പേടിയാ. പക്ഷെ ഷാനുക്ക നല്ല ടെൻഷനിലായിരുന്നു. അതേടോ, എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്ത ടെൻഷൻ. ഇപ്പോൾ സമാധാനമായി. സംസാരിച്ചത് മതി, ഇറങ്ങി, ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഭക്ഷണം കഴിച്ച് അവർ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ. വീട്ടിലേക്ക് കയറാൻ നേരമില്ലാതെയായിരുന്നു ഉമ്മാൻ്റെ ചോദ്യം. ഇല്ല ഉമ്മ, ഒരു കുഴപ്പമില്ല. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഉമ്മ അവളെ കൊണ്ട് ഒരു ജോലിയും എടുക്കാറില്ല. എല്ലാം ഉമ്മയും ഷാനിയുമാണ് ചെയ്യാറ്. എപ്പോഴും ഷാനു ഓർക്കും, കുഞ്ഞുനാളിൽ ഞാൻ കാണുന്ന ഉമ്മ തന്നെയാണോ ഇതെന്ന്. കാരണം ഉമ്മാൻ്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി. പഴയ കുശുമ്പും ദേഷ്യവും ഒന്നുമില്ല. അമ്മായിമ്മ എന്നതിലുപരി ഇപ്പോൾ നല്ലൊരു ഉമ്മയായി മാറിയിട്ടുണ്ട്. ഇനി സ്വഭാവം ജിനുവിൻ്റെ ഡെലിവറി കഴിയുന്നവരെ മാറുമോ എന്ന് അറിയില്ല. മാറാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ എന്തെങ്കിലും കഴിച്ച മോനെ? ഇല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഞങ്ങൾ കഴിച്ചു ഉമ്മ, ഇനിയൊന്നും വേണ്ട. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് റെഡി ആകുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ജിനുവിൻ്റെ ഉമ്മാൻ്റെ കോൾ വരുന്നത്. ജിനു, നിൻ്റെ ഉമ്മയാണ് വിളിക്കുന്നത്, സംസാരിക്കേ. ഷാനുഖാൻ്റെ ഫോണിലേക്കല്ലേ വിളിച്ചത്? ഷാനുഖ എടുത്ത് സംസാരിച്ചോ. എന്തെങ്കിലും കാര്യം പറയാനാവും, അതുതന്നെയാണ് ഷാനുഖാൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. ആ, എന്നാൽ ഞാൻ എടുത്തോളാം. എന്താ ഉമ്മ? അസ്സലാമു അലൈക്കും മോനെ. മോനെ ഓഫീസിലേക്ക് പോവാനായോ? ഇല്ല, ഞാൻ പോവാൻ നിൽക്കാം. എന്താ ഉമ്മ? ജിനു ഉണ്ട്. ജിനു ഇവിടെ? ജിനു എൻ്റെ അടുത്തുണ്ട്, കൊടുക്കണോ? അവളെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പേ എനിക്ക് മോനോട് ഒരു കാര്യം പറയണ്ട്. കുറച്ച് ദിവസം അവളിവിടെ വന്ന് നിൽക്കുന്നതിന് മോൻ എന്തെങ്കിലും വിരോധമുണ്ടോ? ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് നിന്നോട് ചോദിക്കട്ടെ എന്നാണ്. എൻ്റെ ഉമ്മ, ഞാൻ അവളോട് പറഞ്ഞതാ കുറച്ച് ദിവസം നീ വീട്ടിൽ പോയി നിന്നോന്ന്. അപ്പോൾ അവളുടെ മറുപടി എന്താണെന്നറിയോ? 7ാം മാസത്തിൽ ഏതായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ എന്ന്. അവൾ പറയുന്നത് കേൾക്കണ്ടേ? അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. എന്തിനാ ഇതൊക്കെ ഉമ്മാനോട് പറയാൻ പോയത് എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. മോൻ ഫോണൊന്ന് അവളെ കയ്യിൽ കൊടുക്കോ? ഞാൻ അവളോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കട്ടെ. ദാ ഞാൻ കൊടുക്കാം, ഉമ്മ തന്നെ പറഞ്ഞോക്ക്. ഞാൻ പോവില്ല. ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ചിണുങ്ങി കൊണ്ടാണ് അവൾ പറയുന്നത്. അതൊക്കെ നിൻ്റെ ഉമ്മാനോട് പറഞ്ഞേക്ക്. അവർ വിചാരിക്കും ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ്. എനിക്ക് പോവാൻ സമയമായി. പറയാനുള്ളത് പറഞ്ഞിട്ട് ഫോൺ വേഗം എൻ്റെ കയ്യിലെത്താം. കുറച്ച് സമയം ഉമ്മാനോട് സംസാരിച്ചതിന് ശേഷം ഫോൺ ഷാനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഉമ്മ എന്ത് പറഞ്ഞു? വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നില്ലെന്ന് ഉമ്മാനോട്. കാരണം ഷാനുക്കാക്ക് അറിയില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. എനിക്കറിയാലോ എൻ്റെ പെണ്ണിന് എന്നെ കാണാതെ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റൂലെന്ന്. നിന്നെപ്പോലെ തന്നെയാണ് എനിക്കും. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പിന്നെ എന്തിനാ ഉമ്മ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്? ഇല്ലെങ്കിലും ഉമ്മ എന്നെക്കുറിച്ച് എന്തു കരുതും? ഞാൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കൂലേ? അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. സമയം വൈകി ജിനു, ഞാൻ പോവട്ടെ. ബാക്കി നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ കരുതി ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലെന്ന്. താഴേക്കിറങ്ങിയപ്പോൾ ഒരാക്കലോടെയായിരുന്നു ആര്യയുടെ സംസാരം. പെണ്ണ് കെട്ടി നോക്കടാ, അപ്പോൾ അറിയാം എനിക്ക്. ഓ വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പോയിക്കോളാം. അപ്പോൾ ജീവിതകാലം മുഴുവനും പെണ്ണും പെടുക്കുകയൊന്നുമില്ലാതെ നടക്കാനാണോ നിൻ്റെ ഉദ്ദേശം? അങ്ങനെയൊന്നല്ല. അമ്മ നിർബന്ധിച്ചാൽ ചിലപ്പോൾ മാറ്റി ചിന്തിത്തിന്ന് വരും. ഓ, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണല്ലേ നീ കെട്ടുന്നത്? എന്തായാലും സാറേ, ഒരു 2 വർഷം കൂടി കഴിയട്ടെ, എന്നിട്ട് നോക്കാം. അതുവരെ ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ പെണ്ണ് കെട്ടിയാൽ അടിച്ചു പൊളിക്കാൻ കഴിയില്ലെന്നാണോ ഈ പറഞ്ഞത്? നീ ഇപ്പോൾ പറഞ്ഞത് ജിനു കേൾക്കണ്ട. അതും പറഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോയി. ജിനു വീട്ടിലേക്ക് പോവാത്തത് കൊണ്ട് 2 ദിവസം കഴിഞ്ഞ് അവളുടെ ഉമ്മയും ഇപ്പയും വീണ്ടും അവളെ കാണാൻ വന്നു. വരുമ്പോൾ അവളുടെ ഇഷ്ടങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവൾക്ക് വേണ്ടത് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. പോകുമ്പോൾ ഉമ്മ വീണ്ടും അവളോട് പറഞ്ഞു നോക്കി, ഒരു 2 ദിവസം നിനക്ക് അവിടെ വന്ന് നിന്നുകൂടെ? ഞങ്ങൾക്കും ആഗ്രഹം കാണില്ല ഈ സമയം നിന്നോടൊപ്പം നിൽക്കാൻ. അതിന് അവളുടെ മറുപടി സ്ഥിരം ഡയലോഗ് തന്നെ. 7ാം മാസത്തിൽ ഞാൻ അവിടേക്ക് തന്നെയല്ലേ വരുന്നത് എന്നായിരുന്നു. അത് കേട്ടപ്പോൾ ഉമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് ഉമ്മാക്ക് മനസ്സിലായി. ഇവിടുത്തെ ഉമ്മാൻ്റെ പഴയ സ്വഭാവമാണെങ്കിൽ ഒരു പക്ഷെ അവളുടെ ഉമ്മാൻ്റെ കൂടെ പോയേനെ. ഇതിപ്പോൾ അവൾ എന്താണോ പറയുന്നത് അത് ഉമ്മ അതുപോലെ ചെയ്തു കൊടുക്കും. അവൾ എന്താഗ്രഹം പറഞ്ഞാലും ഉമ്മ അവൾക്ക് സാധിപ്പിച്ചു കൊടുക്കും.
ഞാൻ അവളോട് ഇടയ്ക്ക് തമാശ പോലെ പറയാറുണ്ട്, ഡെലിവറി കഴിയുന്നതോടെ ഈ സ്നേഹവും കഴിയാതിരുന്നാൽ മതിയെന്ന്. പക്ഷെ അവൾക്കിപ്പോൾ ഉമ്മാനെ നല്ല വിശ്വാസമാണ്. ഉമ്മ ഇനി ഒരിക്കലും പഴയ സ്വഭാവത്തിലേക്ക് പോവില്ല എന്നാണ് അവൾ പറയുന്നത്. എന്താണ്? എൻ്റെ കെട്ടിയവന് ഭയങ്കര ആലോചനയിലായല്ലോ. ഓ വന്നോ? സമയം 11 മണി ആവാനായി. നീ എവിടെയായിരുന്നു? നിന്നെ തിരക്കി ഞാൻ താഴേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. സാനിയുടെ ഉമ്മ വിളിച്ചിരുന്നു. അപ്പോൾ ആ ഉമ്മാനോട് കുറച്ച് സമയം സംസാരിച്ചു. എൻ്റെ കൈക്കിപ്പോൾ നല്ല മാറ്റം തോന്നുന്നുണ്ട് ജിനു. തരിപ്പും വേദനയും തളർച്ചയൊക്കെ ഇപ്പോൾ കുറവുള്ളതുപോലെ. ഇപ്പോൾ കൈക്ക് നല്ല ബലം തോന്നുന്നുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ ടേബിള് കൈകൊണ്ട് മെല്ലെ ഒന്ന് പൊക്കി നോക്കി. എന്നിട്ട് അവൾ വളരെ പരിഹാസത്തോടെ ചോദിച്ചു. കയ്യിൽ ഒട്ടും വേദനയില്ല. ഞാൻ ടേബിളൊന്ന് പൊക്കി നോക്കി. ഇനി നാളെ ഓഫീസിൽ പോകുമ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കണം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആദ്യം അടുത്ത ആഴ്ച മുതൽ ഓഫീസിൽ ജോയിൻ ചെയ്യാലോ. എന്തൊക്കെയായിരുന്നു ഷാനക്ക പറഞ്ഞത്? എൻ്റെ കുഞ്ഞു വരുമ്പോഴും എൻ്റെ കൈ ഇതുപോലെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ച് എന്നെ കൂടി ടെൻഷനാക്കിയില്ലേ? അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം റെഡിയാവുന്നെന്ന്. ടെൻഷൻ കാരണം പറഞ്ഞു പോകുന്നതാ ജിനോ. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞാമ്മ വരുമ്പോഴേക്കും എൻ്റെ കൈക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന്. അവളുടെ വയറിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഷാനു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉമ്മ ആരോടോ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഉമ്മ വീണ്ടും പഴയ സ്വഭാവം പുറത്തെടുത്തോ എന്നവൻ സ്വയം ചോദിച്ചുകൊണ്ട് അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. ചെന്ന് നിൽക്കുമ്പോൾ കാണുന്നത് ഉമ്മാക്കരികിൽ തലയും താഴ്ത്തി നിൽക്കുന്ന സാനിയാണ്. ഉമ്മ ആണെങ്കിൽ അവളെ നോക്കി എന്തൊക്കെയോ ഉച്ചത്തിൽ പറയുന്നുണ്ട്. എന്താ ഉമ്മ? എന്തിനാ ഇങ്ങനെ അവളോട് സംസാരിക്കുന്നത്? നീ ഇത് കണ്ടോ? അവൾ രാവിലെ അടുക്കളയിലേക്ക് കയറി വരാൻ നേരമില്ല. ഒരു ഗ്ലാസ് പൊട്ടിച്ചു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ഗ്ലാസ് പൊട്ടിച്ചു. അന്ന് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നും. അറിയാതെ പറ്റിയതല്ലേ എന്നോർത്ത്. ഇതാ ഇപ്പോൾ വീണ്ടും ഗ്ലാസ് പൊട്ടിച്ചു. അപ്പോഴാണ് തറയിൽ പൊട്ടിച്ചേറി കിടക്കുന്ന ഗ്ലാസ് അവൻ കാണുന്നത്. അരികിൽ തന്നെ ചായയും വീണ് കിടക്കുന്നുണ്ട്. ചായയും ഗ്ലാസും അവളുടെ കയ്യിൽ നിന്ന് വീണുപോയി കാണാം. ഒരു ഗ്ലാസ് വീണു പോയതിനാണോ ഉമ്മ ഇങ്ങനെ അലറുന്നത്? ഒരു ഗ്ലാസ് പൊട്ടിയത് നിസ്സാരാണോ? അവൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഉമ്മ. അവൾ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചതല്ലേ. ഒരിക്കൽ സംഭവിച്ചാൽ അറിയാതെ എന്ന് കരുതാം. ഇത് ദിവസം ഓരോ ഗ്ലാസ് പൊട്ടിക്കാൻ നിൽക്കുക. ഉമ്മാൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ ഒന്നും വീണു പൊട്ടാറില്ലേ? കഴിഞ്ഞ ദിവസം ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊരു പ്ലേറ്റ് വീണു പൊട്ടി. അന്ന് ഉമ്മാനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഒരു ഗ്ലാസ്സിന് പകരം 100 ഗ്ലാസ് കൊണ്ടുവെക്കാം. പക്ഷെ പറഞ്ഞ വാക്കുമ്മ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദം വെറുതെ സംസാരിക്കേണ്ട ആവശ്യം എന്താ? അടുക്കളയിലെ ഷെൽഫിൽ ഞാൻ വാങ്ങി വെച്ച ഒരുപാട് ഗ്ലാസ് ഉണ്ടല്ലോ. അതിൽ നിന്നൊന്ന് ഒരെണ്ണം എടുത്താൽ പോരെ? ഇതൊന്നും കേട്ട് നീ സങ്കടമാവണ്ട കേട്ടോ. ഒരു ഗ്ലാസ്സല്ലേ സാനി പൊട്ടിയത്. അതിന് പകരം ഒത്തിരി ഗ്ലാസ് ഉണ്ട്. സാനിയോട് പറഞ്ഞവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ നിറകണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. ഒരു അനിയൻ്റെ ഭാര്യ എന്നതിലുപരി ഒരു സഹോദരിയുടെ സ്ഥാനമാണ് ഷാനുവിൻ്റെ മനസ്സിൽ അവൾക്കുള്ളത്. അവൾക്കും അതുപോലെ തന്നെയാണ്. ആ വീട്ടിൽ അവൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ഷാനുവിനെയാണ്. ആ സ്നേഹവും ബഹുമാനവുമൊക്കെ അവൾ അവന് കൊടുക്കാറുണ്ട്. ഗ്ലാസ് ചവിട്ടി കാല് മുറിയണ്ട, അതെടുത്ത് മാറ്റിയേക്ക്. എന്നിട്ട് ഷെൽഫിൽ ഗ്ലാസ് ഉണ്ട്, അതിൽ നിന്ന് എടുത്തോ. ഇനി ഇതിൻ്റെ പേരിൽ ആരും നിന്നെ ഒന്നും പറയില്ല. ഉമ്മാനെ നോക്കിക്കൊണ്ട് അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. സാറിൻ്റെ ഉമ്മ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പേപ്പർ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ആദി പേപ്പർ അല്പം താഴ്ത്തി പറഞ്ഞു. അല്ലെങ്കിൽ ഞാനീ മാറ്റം പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. നിൻ്റെ ജിനുവാണ് ഉമ്മാനെ അന്ധമായി വിശ്വസിച്ചത്. ജിനുവിനെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയും സ്നേഹത്തിലാണല്ലോ ഇപ്പോൾ ഉമ്മാൻ്റെ പെരുമാറ്റം. ആ സ്നേഹമൊക്കെ ഡെലിവറി വരെ കാണും. അത് കഴിഞ്ഞാൽ ഉമ്മ വീണ്ടും പഴയ വില്ലത്തി അമ്മായിമ്മയാവും. ഷാനുക്ക, അതാ ചായ. ജിനു ഇവിടെ? സാനി ഞാൻ താഴേക്ക് വന്നതിന് ശേഷം അവളെ കണ്ടതേയില്ല. ജിനുത്ത മുറ്റം തൂക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതാ ഞാൻ ചെയ്യാമെന്ന്. ജിനുത്ത കേൾക്കുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. ചെറിയ ചെറിയ ജോലികളൊക്കെ അവൾ ചെയ്യട്ടെ. റെസ്റ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ അവൾ മടിച്ചിയാവും. ലാസ്റ്റ് പറഞ്ഞത് ഷാനു അല്പം ശബ്ദം താഴ്ത്തിയായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് സാനി ഒന്ന് ചിരിച്ചു. നീ ഓക്കെ ആയില്ലേ? അവൾ മെല്ലെ തല ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഷാഹി എണീറ്റില്ലേ? ഇല്ല, ഞാൻ പോയി വിളിക്കട്ടെ. അന്ന് ഓഫീസിൽ പോകുമ്പോൾ ഷാനുവായിരുന്നു ഡ്രൈവ് ചെയ്തത്. ഡ്രൈവ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ സർ? ഇല്ലടാ, കുഴപ്പമൊന്നും തോന്നുന്നില്ല. എങ്കിൽ തിങ്കളാഴ്ച മുതൽ എനിക്ക് സാറിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാമല്ലേ? അതെ,
ഇത് ഞാൻ നിന്നോട് പറയാൻ പോവുമായിരുന്നു. അന്ന് വൈകിട്ട് വരുമ്പോഴും അവൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തത്. ഡ്രൈവ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അത് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമായിട്ടായിരുന്നു അവന് തോന്നിയത്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഷാനുവിൻ്റെ കൈക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി. അതുകൊണ്ട് ആദി ഓഫീസിൽ ജോലി ചെയ്തു. അവന് വീട്ടിൽ വരാനും പോവാനും കമ്പനി അവന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ കമ്പനിയിൽ ജോലി ചെയ്തതിന് ശേഷം ഒരു ദിവസം പോലും വീട്ടിൽ വരാതെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഓഫീസിൽ നിന്നിറങ്ങിയാൽ നേരെ വീട്ടിൽ വരും. അവിടെ നിന്ന് ജിനുവിനോട് കുറച്ച് സംസാരിച്ച് അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് അവൻ്റെ വീട്ടിലേക്ക് പോവാറ്. ഇപ്പോൾ അവൻ്റെ വീട്ടുകാരും ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. 7-ാം മാസത്തിൽ ജിനുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങായിരുന്നു ഇത്. വലിയ ആഘോഷമായിട്ടൊന്നുമില്ലായിരുന്നു. വീട്ടുകാരും അതിൽ ആദ്യം പെടും. മാമനും മാമിയും പിന്നെ സാനിയുടെ വീട്ടുകാരും ജിനുവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന കുറച്ച് പേരും. പരിപാടിയെല്ലാം സിമ്പിളായിട്ട് മതി എന്നുള്ളത് ഇവരുടെ 2 പേരുടെയും അഭിപ്രായമായിരുന്നു. രാത്രി കിടക്കാനായി അന്ന് റൂമിൽ പോയപ്പോൾ ആകെ ഒരു ഒറ്റപ്പെടൽ പോലെ. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അവളെ വിട്ടുനിന്നിട്ടില്ല. ആകെ നിന്നത് അവൻ പാലക്കാട് പോയെന്നാണ്. ഇനി കുറച്ച് മാസങ്ങൾ അവളില്ലാതെ ഞാൻ എങ്ങനെ ഈ റൂമിൽ കഴിച്ചു കൂട്ടുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അവളെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഫോണെടുത്ത് അവളെ വിളിച്ചു. അവൻ വിളിക്കാൻ കാത്തുനിന്നതുപോലെ മറുവശത്ത് ഉടനെ തന്നെ കോൾ അറ്റൻഡ് ആയിരുന്നു. എന്താ ജിനു, ഈ ഫോണും പിടിച്ചിരിക്കാണോ? ഇവിടെ ഇവർ 2 എന്നോട് ബെറ്റ് വെച്ചിരിക്കുക. ബെറ്റോ? എന്തിനെ? അളിയന് നിന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലേ ഇപ്പോൾ നിനക്ക് അളിയൻ്റെ കോൾ വന്നില്ലെങ്കിൽ അളിയൻ നിന്നെ മിസ് ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞു ഷാനുക്ക എന്നെ വിളിക്കുന്നു, എനിക്കുറപ്പുണ്ടോന്ന്. അതുകൊണ്ട് ഞാൻ ഫോൺ കയ്യിൽ പിടിച്ചതാ. അവർ പറയുക ഇന്ന് നീ അവിടുന്ന് വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഷാനുക്ക വിളിക്കില്ലെന്ന്. ഇപ്പോൾ ബെറ്റിൽ ആര് ജയിച്ചെന്ന് അവരോട് ചോദിക്കേ. ഇതേ അവർ 2 എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഷാനുക്ക പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. ബെറ്റ് വെച്ച് എൻ്റെ പെണ്ണിനെ സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ 2 എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങൂട്ടോ. ഓ, ഞങ്ങൾ അളിയൻ്റെ പെണ്ണിനെ സങ്കടപ്പെടുത്താനല്ലേ? ഞങ്ങൾ പോയേക്കാം. എവിടെ? അവർ 2ആളും പോയോ? പോയി. ഷാനുക്ക ഭക്ഷണം കഴിച്ചോ? കഴിച്ച് കിടക്കാൻ വന്നതാ റൂമിലേക്ക്. പക്ഷേ നിന്നെ വല്ലാതെ മിസ്സ് ചെയ്യുന്നടി. ഇനിയുള്ള ദിവസങ്ങൾ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. എനിക്കും ഒത്തിരി മിസ്സ് ചെയ്യുന്നു. 7-ാം മാസത്തിലെ ചടങ്ങ് വേണ്ടായിരുന്നു അല്ലേ ഷാനുക്ക? ഡെലിവറി ഡേറ്റ് ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ മതിയായിരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് പോവും ജിനു. ഇനിയുള്ള ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പല്ലേ, സുഖമുള്ള കാത്തിരിപ്പ്. സമയം ഒത്തിരി ആയില്ലേ, ഉറക്ക് ഒഴിവാക്കണ്ട. ഞാൻ രാവിലെ വിളിക്കാം. ഷാനുക്ക എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? നീ തിരക്ക് കൂട്ടല്ലേ ജിനു, ഞാൻ വരാം. അന്ന് തിരിഞ്ഞു മറിഞ്ഞ് എപ്പോഴാണ് അവർക്ക് ഉറക്കം വന്നത്. പിറ്റേന്ന് പതിവിലെ നേരത്തെ പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്ത് താഴേക്കിറങ്ങി. താഴെ ആരും എണീറ്റിട്ടില്ലായിരുന്നു. സാനി മാത്രം എഴുന്നേറ്റ് വരുന്നുണ്ട്. ഉമ്മ എഴുന്നേറ്റില്ലേ സാനി? ഇല്ല, പാവം എല്ലാ ജോലിയും തനിയാണ് ചെയ്യുന്നത്. ഉമ്മാക്ക് വന്ന് ഒന്ന് സഹായിച്ചു കൊടുത്താലെന്താ? ജിനുവിനോടും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നെ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അല്ലേ സ്വഭാവത്തിൽ മാറ്റം വന്നത്. ദാ ഷാനുക്ക ചായ. നീ ചായ കുടിച്ചോ സാനു? ഇല്ല, ജോലി ചെയ്യുമ്പോൾ സ്വന്തം ശരീരം മറന്നു പോയത് കേട്ടോ. ഇത് ഞാൻ ജിനുവിനോടും പറയുന്ന കാര്യമാണ്. നീ കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കാൻ ഉമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഉമ്മാക്ക് ഉമ്മാൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി ജോലി ചെയ്യാം. അവനെ മനോഹരമായി ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോകുമ്പോഴാണ് അവൾക്ക് മുൻപിലേക്ക് ഉമ്മ ദേഷ്യത്തോടെ വന്നത്. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.